നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. മാതൃകാ കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. മികവോടെ പൂർത്തീകരിച്ച 3ാം ഘട്ടത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തി. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വ്യാഴാഴ്ച VS പ്രിൻസ് ചുമതലയേൽക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ നടക്കും. കൊടകര പഞ്ചായത്തിലെ പഴമ്പള്ളി പ്രദേശത്തെ തരിശുനിലത്തിൽ ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിലൂടെ അനുവദിച്ച ക്ഷാമാശ്വാസം ഉടനെ അനുവദിച്ചു തരണമെന്ന് മറ്റത്തൂർ പെൻഷനേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോടാലിയിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവ് ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി ലോനപ്പന്റെ 300-ൽ പരം നേന്ത്രവാഴകളാണ് ആന നശിപ്പിച്ചത്. സമീപത്തെ തെങ്ങുകളും ആന കുത്തിമറിച്ചിട്ടു. നിരന്തരം വന്യമൃഗശല്യത്തെ തുടർന്ന് കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് പ്രദേശത്തെ കർഷകർ. കഴിഞ്ഞ രാത്രിയിലാണ് ആന കൃഷി നശിപ്പിച്ചത്. പഞ്ചായത്തിന്റെ മികച്ച വാഴ കർഷകനുള്ള അവാർഡ് ലഭിച്ച കർഷകനാണ് ലോനപ്പൻ. ലോനപ്പൻ കൃഷി ചെയ്ത 6 മാസം പ്രായം വരുന്ന തേനി ഇനത്തിൽപ്പെട്ട 300-ൽ പരം നേന്ത്രവാഴകളാണ് ആന ഒറ്റ രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചത്. ഇതോടെ കർഷകന് കടുത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. കഴിഞ്ഞ വർഷവും ഇതേ കർഷകന്റെ 1800 വാഴകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. ഇതിന് 1 രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിച്ചില്ലെന്നും ഇത്തവണയും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണെന്നും ലോനപ്പൻ പറഞ്ഞു. വന്യമൃഗശല്യം തടയാൻ സമീപത്തു തന്നെ വൈദ്യുത വേലിയുണ്ടെങ്കിലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ആനശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ ആകെയുള്ള ആശ്രയം പടക്കം പൊട്ടിക്കൽ മാത്രമാണ്. ഇത്തരത്തിൽ കൃഷിയിറക്കി വിളവെടുക്കുന്ന സമയം വരെയുള്ള ദിവസങ്ങളിൽ പടക്കം പൊട്ടിക്കാനായി മാത്രം 3000 രൂപയോളം ചെലവ് വരുന്നതായും കർഷകർ പറയുന്നു. ആനയ്ക്ക് പുറമെ പന്നി, മാൻ തുടങ്ങിയവയുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. മാതൃകാ കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. മികവോടെ പൂർത്തീകരിച്ച 3ാം ഘട്ടത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലാടിസ്ഥാനത്തിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ സൗന്ദര്യ CDS 1ാം സ്ഥാനം കരസ്ഥമാക്കി. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ജീവ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹവനിത എന്നീ CDSകൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പഞ്ചായത്ത് തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആദ്യ 3 സ്ഥാനീയരും പുരസ്കാരത്തിന് അർഹരായി. പുതുക്കാട് ഗവൺമെന്റ് VHSലെ PS സൗരവ്, PS സത്യസ്വരൂപ്, മണ്ണമ്പെട്ട മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഖില ലക്ഷ്മി, FN ഷിൻഡോ എന്നിവരെ മികച്ച കുട്ടി കർഷകരായി ചടങ്ങിൽ ആദരിച്ചു. പുതുക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ CJ കൃഷ്ണകുമാർ, അശ്വിൻ കുമാർ തുടങ്ങിയവരെ മികച്ച വിദ്യാർത്ഥി കർഷകരായും തെരഞ്ഞെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, EK അനൂപ്, അജിത സുധാകരൻ, അശ്വതി വിബി, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ADA ഇൻചാർജ് NI റോഷിനി, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷിജു കുമാർ, ജോയിന്റ് BDO PR റൌലി എന്നിവർ സന്നിഹിതരായിരുന്നു. 40,000 വനിതകളെ കാർഷിക വൃത്തിയിലേക്ക് ഇറക്കി വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയുമാണ് പൊലിമ പുതുക്കാട് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. കാലാവസ്ഥാ വ്യതിയാനം 3ാം ഘട്ടത്തിലെ കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും പ്രതീക്ഷിച്ചതിലും അപ്പുറം മികച്ച വിളവാണ് ലഭിച്ചത്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടകര ഗ്രാമപഞ്ചായത്തിലെ പഴമ്പള്ളി പ്രദേശത്ത് തരിശുനിലത്തിൽ ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, കൃഷി ഓഫീസർ PV സ്വാതിലക്ഷ്മി, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ ശാലുമോൻ, പാടശേഖര സമിതി പ്രസിഡന്റ് മനോഹരൻ ചൂരക്കാട്ടുകര, സെക്രട്ടറി ആൻഡു കുയിലാടൻ എന്നിവർ സംസാരിച്ചു. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. മരത്തോമ്പള്ളി, മനക്കുളങ്ങര, കാരൂർ ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ആഘോഷ ചടങ്ങുകൾ നടന്നത്. രാവിലെയും ഉച്ചകഴിഞ്ഞും നടന്ന എഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് പെരുവനം സതീശന്മാരാർ, പഴുവിൽ രഘുമാരാർ, പെരുവനം പ്രകാശന്മാരാർ എന്നിവരും, പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പന്മാരാർ, കുനിശ്ശേരി അനിയന്മാരാർ എന്നിവരും നേതൃത്വം നൽകി. പെരുവനം യദുമാരാരുടെ സോപാന സംഗീതവും കലാമണ്ഡലം ശ്രീജ വിശ്വൻ അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളലും ഉണ്ടായി. വ്യാഴാഴ്ച പുലർച്ചെ കാളകളി, മുടിയേറ്റ് തുടങ്ങിയ പാരമ്പര്യ അനുഷ്ഠാന കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുള്ള കാവുതീണ്ടലും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വ്യാഴാഴ്ച VS പ്രിൻസ് ചുമതലയേൽക്കും. ആമ്പല്ലൂർ ഡിവിഷനിൽ നിന്നും 2020 ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട VS പ്രിൻസ് ഇപ്പോൾ ജില്ലാ ആസൂത്രണ സമിതി അംഗമാണ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ, സാക്ഷരതാ മിഷൻ, ജനകീയാസൂത്രണ പ്രസ്ഥാനം, കില സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടി, ഹരിത കേരള മിഷൻ എന്നിവയുടെ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗമാണ്. CPI സംസ്ഥാന കൌൺസിൽ അംഗം, പാർട്ടി വിദ്യാഭ്യാസ സബ് കമ്മിറ്റി അംഗം, BKMU സംസ്ഥാന സെക്രട്ടറി, AITUC സംസ്ഥാന കൌൺസിൽ അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നു. വേലുപടം വലിയപറമ്പിൽ സൈമൺ എലിസബത്ത് ദമ്പതികളുടെ മകനാണ്. അളകപ്പനഗർ വെണ്ടോറിലാണ് താമസം. ഭാര്യ റെന്നി, മക്കൾ ആദിത്ത്, അനീന. ഇടതുമുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന CPM പ്രതിനിധി PK ഡേവിസ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ നടക്കും. ആദ്യ 3 വർഷം CPIM-നും അടുത്ത 2 വർഷം CPI-ക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എന്നതായിരുന്നു ധാരണ. പെൻഷൻ പരിഷ്കരണത്തിലൂടെ അനുവദിച്ച ക്ഷാമാശ്വാസം ഉടനെ അനുവദിച്ചു തരണമെന്ന് മറ്റത്തൂർ പെൻഷനേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോടാലിയിൽ ചേർന്ന മറ്റത്തൂർ യൂണിയൻ സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവ് ഉദ്ഘാടനം ചെയ്തു. T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ഹനീഫ, ബ്ലോക്ക് സെക്രട്ടറി KO പൊറിഞ്ചു, ജില്ലാ കമ്മിറ്റി അംഗം IR ബാലകൃഷ്ണൻ മാസ്റ്റർ, MK റപ്പായി, P. നാരായണൻകുട്ടി, CP ത്രേസ്യ, K. സുകുമാരൻ, TD ശ്രീധരൻ, P. വേണുഗോപാലൻ, MK വിജയൻ, MK മരക്കാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പും നടത്തി. T. ബാലകൃഷ്ണ മേനോനെ പ്രസിഡന്റായും PV പത്മനാഭനെ സെക്രട്ടറിയായും PS സുരേന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്ത് 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജുവൽ റോക്ക് ഇനി കൊടകരയിലും. ജുവൽ റോക്കിന്റെ 22ാമത് ബ്രാഞ്ച് കൊടകര ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശം ഹയാത്ത് പ്ലാസ ബിൽഡിംഗിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ജുവൽ റോക്ക് ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ MD നാരായണൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, കേരള വ്യാപാരി വ്യവസായ സമിതി കൊടകര യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായി. നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കമേഴ്സ്യൽ ബാങ്കുകളുടെ അല്ലെങ്കിൽ എന്താണ് ഈ സ്ഥാപനങ്ങളുടെ ഗ്രാമപ്രദേശത്തെ പ്രസക്തി എന്ന് ജനപ്രതിനിധികളും വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും മറ്റു പൊതുപ്രവർത്തകരും അല്ലാത്തവരും ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുള്ളത് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിക്കാൻ തയ്യാറാവുന്നത്. 3 മുറി വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ വിവിധ സ്ഥലങ്ങളിലായി 4 ബഹുനില പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. 27 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദർശനങ്ങൾ ഒരുമിച്ച് ഒരേ സമയം പള്ളിയിലെത്തി സമാപിക്കുന്ന അപൂർവതയും 3 മുറി തിരുനാളിന്റെ പ്രത്യേകതയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച പ്രസിദ്ധേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ, യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 12-ന് അമ്പു പ്രദർശനം സമാപനം. ശനിയാഴ്ച ഫാദർ സെബി പുത്തൂരിൻ്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ട് കുർബാന, ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് തിരുനാൾ പ്രദർശനം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, കൈക്കാരൻ ബിജു തെക്കൻ, ജനറൽ കൺവീനർ ഡിറ്റോ കോപ്ലി, പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു. വരന്തരപ്പള്ളി വിമല ഹൃദയ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജിയോ അലനോലിക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ തോട്ടിയാൻ, ഫാദർ ആന്റണി കുറ്റിക്കാട്ട്, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ജനുവരി 27, 28, 29 തീയതികളിലാണ് തിരുനാൾ. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ 6:15-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, അമ്പ് ആശീർവാദം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 10-ന് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ അലപ്പാട്ട് കാർമ്മികരാകും. ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി സഹകാർമ്മികരാകും. വൈകിട്ട് 5-ന് പാലയ്ക്കപ്പറമ്പ് കപ്പേളയിൽ വിശുദ്ധ കുർബാനയെ തുടർന്ന് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം, രാത്രി 7-ന് പ്രദക്ഷിണ സമാപനം, വർണ്ണമഴ എന്നിവയും ഒരുക്കും. KSRTC പുതുക്കാട് യൂണിറ്റ് പരിധിയിൽ സുരക്ഷിത യാത്രയൊരുക്കിയ ഡ്രൈവർമാർക്ക് വകുപ്പിന്റെ ആദരം. ഡ്രൈവേഴ്സ് ഡേയിൽ പുതുക്കാട് ഡെപ്പോയിലെ ഡ്രൈവർമാരായ K സുനിൽകുമാർ, KV മധുസൂദനൻ, KR രാമചന്ദ്രൻ എന്നിവരെയാണ് ആദരിച്ചത്. കഴിഞ്ഞ വർഷം പരമാവധി അപകടരഹിതമായി വാഹനം ഓടിച്ചതിനും കൂടിയ വരുമാനവും കുറഞ്ഞ ഇന്ധന ചെലവുമായിരുന്നു ആദരവിന് മാനദണ്ഡമായി പരിഗണിച്ചത്. പുതുക്കാട് ഡെപ്പോയിൽ നടത്തിയ ചടങ്ങ് പുതുക്കാട് പോലീസ് SHO UH സുനിൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്പോ ഇൻസ്പെക്ടർ MS സോമൻ അധ്യക്ഷത വഹിച്ചു. KG രാജു, V മിനി, KV ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. കലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്ര മഹോത്സവത്തിന് കൊടിയേറി. പ്രസിഡന്റ് ഷാജിമോൻ അയ്യഞ്ചിറ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്ന് ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രൻ പെരിയാങ്കുളങ്ങര, ബൈജു കുഴുപ്പള്ളി, മനോഹരൻ കലിങ്ങപ്പുറം, മോഹനൻ വട്ടപ്പുള്ളി, രമ ആറ്റുപുറത്ത്, നിഷാന്ത് കണിയാമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് കരയോഗങ്ങളിലും കൊടിയേറ്റം നടത്തി. ആലയങ്ങാട് അയ്യപ്പ സമുദായത്തിന്റെ കൊടിയേറ്റ് ചടങ്ങിന് ശ്യാം തൈപ്പറമ്പിൽ, അഭിനവ് തട്ടാത്ര, ഷാജു കരോട്ട് എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 30 വരെയാണ് ചടങ്ങുകൾ നടക്കുക. 30 വരെ പള്ളി ഉണർത്തൽ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ ഉത്സവ പൂജ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടിപ്പാൾ പൂരം പത്രിക പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്താവ് ആറാട്ടുപുഴ രാജേന്ദ്രൻ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ തൊട്ടിപ്പാൾ പൂരം പത്രിക ഉപദേശക സമിതി അംഗങ്ങളും സന്നിഹിതരായി. മുപ്പുളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ന് കൊടിയേറും. പോറോത്ത് ചന്ദ്രശേഖരൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന കൊടിക്കൽ മേളം അരങ്ങേറും. ഈ മാസം 30-ന് ഉച്ചതിരിഞ്ഞ് 3-ന് പൊങ്കാലയും 31-ന് മഹോത്സവവും നടക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ട 27 കുടുംബങ്ങൾക്ക് താങ്ങാകാൻ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായാണ് ഹോം എക്സ്പ്രസ് സ്ഥാപനം 1 മാസത്തേക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നത്. 3 മുറിയിലെ സ്ഥാപന ഉടമ വിഷ്ണു ചന്ദ്രമോഹൻ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിക്ക് ഇതിനായുള്ള സ്പോൺസർഷിപ്പ് കൈമാറി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VS നിജിൽ, സനല ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, അസിസ്റ്റന്റ് സെക്രട്ടറി CV ശ്യാമള എന്നിവർ പങ്കെടുത്തു. ക്ലസ്റ്റർ അധ്യാപക സംഗമം 3ാം ഘട്ടം നടക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധിയായിരിക്കും. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് പച്ചപ്പ് സമ്മാനിച്ച് സ്റ്റേഷൻ മാസ്റ്റർ KS ജയകുമാർ വിരമിക്കുന്നു. 36 വർഷത്തെ സർവീസിന് ശേഷം ഈ വരുന്ന ജനുവരി 31-ന് ജയകുമാർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വിരമിക്കുന്നത്. പുഴയ്ക്കൽ മുതുവറ സ്വദേശിയായ KS ജയകുമാർ 1988 ജനുവരിയിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ വഡോദര ഡിവിഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ആരംഭിക്കുന്നത്.
വഡോദര, ബാംഗ്ലൂർ, പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലാണ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇതിൽ വടക്കാഞ്ചേരി, വള്ളത്തോൾ നഗർ, തൃശൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് സ്റ്റേഷനുകളിലാണ് കൂടുതൽ സമയം ജോലി ചെയ്തിട്ടുള്ളത്. 2020 പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സൂപ്രണ്ടായി KS ജയകുമാർ എത്തുന്നത്. തൻ്റെ ജോലിസ്ഥലം എന്നും പച്ചപ്പ് നിലനിർത്തണമെന്ന് നല്ലൊരു കർഷകൻ കൂടിയായ ജയകുമാർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി സ്റ്റേഷനിൽ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഡ്യൂട്ടിക്കിടെ ചെടികൾ നനയ്ക്കാനും ഈ സ്റ്റേഷൻ മാസ്റ്റർ സമയം കണ്ടെത്തിയിരുന്നു. സ്റ്റേഷനിലെ സഹപ്രവർത്തകരും യാത്രക്കാരും പരിപൂർണ പിന്തുണയും നൽകി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണം NSS വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ ആരംഭിച്ചതും ഇദ്ദേഹമായിരുന്നു. കൂടാതെ ചിമ്മിനി വന്യജീവി സങ്കേതവുമായി ചേർന്ന് സ്റ്റേഷനിലെ ചുവരിലെ ചിത്രങ്ങൾ, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സ്റ്റേഷൻ തരിശുനിലത്തിൽ കൃഷി എന്നിവയിലും പങ്കാളിയായി. ചിരിച്ച മുഖമുള്ള സ്റ്റേഷൻ മാസ്റ്റർ യാത്രക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ജയകുമാർ നൽകിയിരുന്നതായി പ്രസിഡന്റ് PR വിജയകുമാർ പറഞ്ഞു. മുതുവറ പരേതനായ KR ശങ്കരനാണ് ജയകുമാറിൻ്റെ അച്ഛൻ. VN ജാനകിയാണ് അമ്മ. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ TS പത്മജയാണ് ഭാര്യ. മക്കൾ കൃഷ്ണ ഹേമന്ത്, ഹരിശങ്കർ. ഞായറാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സഹപ്രവർത്തകരും യാത്രക്കാരും സ്റ്റേഷൻ സൂപ്രണ്ട് KS ജയകുമാറിന് യാത്രയയപ്പ് നൽകുമെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി അറിയിച്ചു. പാലപ്പള്ളി കനാറ്റുപാടം 907 വലിയുള്ളാഹി തങ്ങളുടെ ആണ്ട് നേർച്ച ഈ മാസം 28 മുതൽ ഫെബ്രുവരി 4 വരെ മഖാം അങ്കണത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് പതാക ജാഥ, മഖാം സിയാറത്ത്, ഖുത്ബിയത്ത്, ബദമുൽ ഖുറാൻ, റിഫായി റിയാത്തിബ്, മജ്ലിസ് സുന്നൂർ, മഹ്ളത്തൂർ ബദ്രിയ, ബുർദ മജ്ലിസ്, മതപ്രഭാഷണം, ദുവാ സമ്മേളനം, അന്നദാനം എന്നിവയാണ് പരിപാടികൾ. 28 വൈകിട്ട് 4 നടക്കുന്ന പതാക ജാഥയെ തുടർന്നുള്ള മഖാം സിയാറത്തോടെ ഉപ്പാപ്പ തങ്ങളുടെ ഈ വർഷത്തെ ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമാകും. 29 വൈകിട്ട് 7 നടക്കുന്ന ഖുത്ബിയത്തിന് മഖാം ഉസ്താദ് അബ്ദുൽ നാസർ സഖാഫി നേതൃത്വം നൽകും. 31 രാത്രി 8:30 പണ്ഡിതൻ കോട്ടയം അബു ഷമാസ് മൗലവി മതപ്രഭാഷണം നടത്തും. നെല്ലായി വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടത്തും. വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ആറ്റുംകുഴിയിൽ അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. തൃശൂർ ഐ വിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുക. നെല്ലായി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് കൂട്ടാല ഉദ്ഘാടനം നിർവഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. ഇന്നത്തെ അവസര ജാലകത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് എന്തൊക്കെ അറിയിപ്പുകളും അവസരങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സഹകരണ യൂണിയനിൽ സഹായക് വാച്ച്മാൻ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 2023 ജനുവരി 1 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 100 രൂപയാണ്. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ അയക്കാവുന്നതാണ്. വിലാസം പറയാം. സംസ്ഥാന സഹകരണ യൂണിയൻ, കേരള, പോസ്റ്റ് ബോക്സ് നമ്പർ 108, സംസ്ഥാന സഹകരണ ഭവൻ, ഊറ്റുകുഴി, തിരുവനന്തപുരം 1. അവസാന തീയതി ജനുവരി 31. ഫോൺ നമ്പർ 0471 2320 420. KSIDCയിൽ സ്ഥിര നിയമനം ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഒഴിവുകൾ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അസിസ്റ്റന്റ് മാനേജർ, ജനറൽ മാനേജർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ബോംബെ ITIയിൽ തൊഴിൽ അവസരം. ഡെപ്യൂട്ടി രജിസ്ട്രാർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ജൂനിയർ സ്റ്റാഫ്, സ്റ്റാഫ് നഴ്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്. വെബ്സൈറ്റ് പറയാം. www.iitb.ac.in എന്ന വെബ്സൈറ്റ് നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 31.
പഞ്ചായത്തുകളിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നു. പറപ്പൂക്കര, മറ്റത്തൂർ, കടവല്ലൂർ, എരുമപ്പെട്ടി, തിരുവല്ലുവാമല, പഴയന്നൂർ, ചേലക്കര, പുത്തൂർ, ചേർപ്പ് എന്നീ പഞ്ചായത്തുകളിലാണ് തൃശൂർ ജില്ലയിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിലെ അഭ്യസ്ത വിദ്യർക്കായി കേരള നോളജ് ഇക്കോണമി മിഷന്റെ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിയമനം നടത്തുന്നത്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള പട്ടികജാതി വിഭാഗക്കാരായിരിക്കണം അപേക്ഷകർ. ഇവരുടെ അഭാവത്തിൽ സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് പരിഗണന ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. അടിസ്ഥാന സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ ബയോഡാറ്റ ഉൾപ്പെടെ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ജനുവരി മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഫോൺ നമ്പറുണ്ട് 048723600381. ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിൽ നമുക്ക് പറയാനുള്ള അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. പുതുക്കാട് പഞ്ചായത്തിന്റെ കീഴിൽ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേനയിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട്. പ്രായം 60 വയസ്സിന് താഴെ. താല്പര്യമുള്ളവർ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 8590987100. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പുതുക്കാട് മാളിയേക്കൽ പൗലോസ് ഭാര്യ തെരേസ്യ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൂസി, റോസി, ജോസ്, ആൻഡ്രു എന്നിവർ മക്കളും വർഗീസ്, ജെറാർഡ്, ജെയ്നി, ദീപ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ മഞ്ഞളി വാറപ്പൻ ഭാര്യ മേരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സോപ്പി, സിസ്റ്റർ റോഷിൻ മരിയ, ജോയി, ഷൈനി എന്നിവർ മക്കളും. ലോനപ്പൻ ആലപ്പാട്ട്, ലിജി കണ്ണമടത്തി, ബിന്നി തെക്കുംപെടിക എന്നിവർ മരുമക്കളുമാണ്. വരതിരപ്പള്ളി പള്ളിക്കുന്ന് മഞ്ഞളി പിണ്ടിയാൻ ജോസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ജെസി, ജെയ്സൺ, ജസ്റ്റിൻ എന്നിവർ മക്കളും. വർഗീസ് കുരിശ്ശേരി, ലിജി കാക്കശ്ശേരി, അജി പുറത്തൂക്കാരൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. മാതൃകാ കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. മികവോടെ പൂർത്തീകരിച്ച 3ാം ഘട്ടത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തി. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വ്യാഴാഴ്ച VS പ്രിൻസ് ചുമതലയേൽക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം സത്യപ്രതിജ്ഞ നടക്കും. കൊടകര പഞ്ചായത്തിലെ പഴമ്പള്ളി പ്രദേശത്തെ തരിശുനിലത്തിൽ ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിലൂടെ അനുവദിച്ച ക്ഷാമാശ്വാസം ഉടനെ അനുവദിച്ചു തരണമെന്ന് മറ്റത്തൂർ പെൻഷനേഴ്സ് യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോടാലിയിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവ് ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ വെള്ളി, ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.